ഒരു കുട്ടി ന്യൂസ് പേപ്പർ എറിഞ്ഞിട്ട് പോകുമ്പോൾ ഒരാൾ വന്നതെടുക്കുന്നു. അത് ഒളിച്ചിരുന്ന് നോക്കിക്കൊണ്ടിരുന്നൊരു നായ്ക്കുട്ടി അദ്ദേഹം ശ്രദ്ധിക്കാത്ത ടൈമിൽ വീടിനകത്തേക്ക് കയറുന്നു. അകത്തേക്ക് കയറിയത് മാത്രമല്ല, നേരെ മുകളിലേക്ക് കയറി ഉറങ്ങിക്കൊണ്ടിരിക്കുന്ന അദ്ദേഹത്തിന്റെ മകളുടെ അടുത്തേക്ക് വരുന്നു. അവൾ ആ നായ്ക്കുട്ടിയെ കണ്ട് ഹാപ്പി ആവുന്നു. ശബ്ദം കേട്ട് അവിടേക്ക് വന്ന മറ്റു ഫാമിലി മെമ്പേഴ്സ് അച്ഛനാണ് അത് വാങ്ങിക്കൊണ്ട് വന്നതെന്ന് വിചാരിച്ച് അദ്ദേഹത്തോട് താങ്ക്സ് പറയുന്നു. പക്ഷെ അദ്ദേഹത്തിന് ഡോഗിനെ ഇഷ്ടമല്ല. ആ സിറ്റുവേഷനിൽ അദ്ദേഹത്തിന് ഒന്നും പറയാൻ കഴിയാതെ സൈലന്റ് ആയിരിക്കുന്നു. ഓരോ ദിവസവും ആ നായ്ക്കുട്ടി കാരണം അദ്ദേഹത്തിന്റെ മക്കൾ ഹാപ്പി ആയിരിക്കുന്നു. ആ ഒറ്റ കാരണം കൊണ്ട് അദ്ദേഹത്തിന് അതിനെ പുറത്താക്കാൻ കഴിയുന്നില്ല. ദിവസവും ആ ഡോഗ് ചെയ്യുന്ന അക്രമത്തിന് അയാൾക്കാണ് ജോലി കൂടുതൽ. എല്ലാ സ്ഥലത്തു നിന്നും അതിന്റെ രോമം ക്ലീൻ ചെയ്യുന്നതിന് തന്നെ അദ്ദേഹത്തിന് സമയം തികയാതെ വരുന്നു. അങ്ങനെ കുറച്ചു വർഷത്തിൽ തന്നെ ആ ഡോഗ് അവരുടെ ഫാമിലിയിലെ ഒരാളായി മാറുന്നു. ഒരു ദിവസം അദ്ദേഹം ഓഫീസിൽ നിന്ന് വീട്ടിലേക്ക് വന്ന് നോക്കുമ്പോൾ ഡോഗ് ചെളിയിൽ മുങ്ങി അദ്ദേഹത്തിന്റെ ബെഡിൽ വന്ന് കിടക്കുന്നു. അത് കണ്ടതും അദ്ദേഹത്തിന് ദേഷ്യം വരുന്നു. അതുകൊണ്ട് അതിനെ വീടിന് പുറകിലുള്ള കൂടിനകത്ത് അടച്ചിടുന്നു. പക്ഷെ ഡോഗ് ബുദ്ധിപൂർവ്വം അവിടെ ഒരു കുഴിയുണ്ടാക്കി പുറത്തേക്ക് വരുന്നു. അത് ഫാമിലിയിലെ ഒരാളായതുകൊണ്ട് തന്നെ കുട്ടികളുടെ ചേട്ടനെ പോലെയാണ്. അവരുടെ മകളുടെ സ്കൂളിലേക്ക് വന്ന് അവളെ വെയിറ്റ് ചെയ്യുന്നു. അവൾക്ക് ഇഷ്ടമുള്ള പയ്യൻ ആരാണെന്ന് കണ്ടുപിടിച്ച് അവനെ കൂട്ടിക്കൊണ്ടുവന്ന് സംസാരിപ്പിക്കുന്നു. അത്രത്തോളം ബ്രില്യന്റ് ആണ്. അതുപോലെ തന്നെ ആ വീട്ടിലുള്ള കുട്ടികൾക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടായാൽ ആ ഡോഗ് വന്ന് രക്ഷിക്കുന്നു. അങ്ങനെ ഇരിക്കും ഒരു ദിവസം അദ്ദേഹത്തെ പറ്റിച്ച് കാശുണ്ടാക്കാൻ രണ്ടുപേർ അവിടേക്ക് വരുന്നു. അത് ഈ ഡോഗ് തിരിച്ചറിയുന്നു. അതുകൊണ്ട് അത് അവർ ഇരിക്കുന്ന ചെയറിന് ചുറ്റും കറങ്ങി അതിന്റെ ബെൽറ്റ് വെച്ചൊരു കെട്ടിട്ട് രണ്ടുപേരെയും വലിച്ചു കൊണ്ടുപോകുന്നു. അതുകൊണ്ട് അദ്ദേഹം വലിയൊരു പ്രശ്നത്തിൽ നിന്ന് രക്ഷപ്പെടുന്നു. പക്ഷെ അദ്ദേഹത്തിന് ഡോഗിനോട് ദേഷ്യം തോന്നുന്നു. അച്ഛൻ ആ ഡോഗിനെ പുറത്താക്കുമെന്ന് വിചാരിച്ച് അന്നു മുതൽ കുട്ടികൾ ഡോഗിന്റെ കാര്യങ്ങൾ നോക്കുന്നു. രാവിലെ വാക്കിങ്ങിന് കൊണ്ടുപോകുന്നത് മുതൽ ഫുഡ് കൊടുക്കുന്നത് വരെ അവർ തന്നെ ചെയ്യുന്നു. അത് മാത്രമല്ല, രാവിലെ അച്ഛനുള്ള ബ്രേക്ക്ഫാസ്റ്റും ഉണ്ടാക്കി കൊടുക്കുന്നു. അത് കണ്ടതും അച്ഛന്റെ ദേഷ്യം അല്പം കുറയുന്നു. ആ ഡോഗ് കാരണം തന്റെ മക്കൾക്ക് ഒരു ഉത്തരവാദിത്വം വന്നതുകൊണ്ട് അദ്ദേഹത്തിന് സന്തോഷം തോന്നുന്നു. അതുകൊണ്ട് അദ്ദേഹം ആ ഡോഗിനോട് ക്ഷമിക്കുന്നു.